കുമ്പളയിൽ റെയിൽവേ അടിപ്പാതയിലെ വെള്ളക്കെട്ട് തീരദേശവാസികളെ തീരാ ദുരിതത്തിലാഴ്ത്തുന്നു. അല്പനേരത്തെ മഴയിൽ പോലും അരയ്ക്കൊപ്പമെത്തുന്ന വെള്ളപ്പൊക്കം ഇതിലൂടെയുള്ള ഗതാഗതം മൊത്തമായും വഴിമുട്ടിക്കുകയാണ്. This news sponsored by Britco and Britco, Nalapad UK Mart, Old Bus Stand, Kasaragod. Phone 9947 622 000 8451 886888 9947 62 0000. കുമ്പളയുടെ തീരപ്രദേശങ്ങളായ കോയിപ്പാടി, കൊപ്പളം, പറവാട് ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങളാണ് റെയിൽവേ അടിപ്പാതയിലെ വെള്ളക്കെട്ട് കാരണം തീർത്തും ഒറ്റപ്പെടുന്ന അവസ്ഥയിലാകുന്നത്. അടിപ്പാതയുടെ അശാസ്ത്രീയമായ നിർമ്മിതിയെക്കുറിച്ച് ആരംഭത്തിൽ തന്നെ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഉത്തരവാദപ്പെട്ടവർ ആരും അത് ചെവിക്കൊണ്ടില്ല. അതിന്റെ പരിണിത ഫലം കൂടിയാണ് ഓരോ മഴക്കാലത്തും ഉണ്ടായി വരുന്ന ഈ അവസ്ഥാവിശേഷം. അല്പനേരം മഴ പെയ്താൽ പോലും അടിപ്പാതയിൽ അരയ്ക്കൊപ്പം വെള്ളമുയരും. ഇത് വാഹന ഗതാഗതം മാത്രമല്ല, കാൽനടയും വഴിമുട്ടിക്കുന്നു. ഇതിലൂടെ നടന്ന് സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ ഓർത്താണ് ഇപ്പോൾ ഇവിടുത്തുകാർക്ക് ഏറ്റവും വലിയ ആദിയും ഭീതിയും. മാത്രമല്ല, അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രികളിൽ എത്താൻ കഴിയാത്ത ആശങ്കാജനകമായ ദുർഗതിയും ഇവർക്കുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യമാണ് തീരദേശത്തെ ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾക്ക് തീരാത്ത വെല്ലുവിളിയായി മാറുന്നത്. വെള്ളപ്പൊക്കമുണ്ടാകുമ്പോഴെല്ലാം ഇതിലൂടെയുള്ള ഗതാഗതം നിരോധിക്കുന്നതാണ് അധികൃതരുടെ പതിവ് നടപടി. മാത്രമല്ല, ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡും അടിപ്പാതയുടെ ചുമരിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഏകദേശം 2-3 ദിവസങ്ങളായി ടൗണിൽ വരെ പോകാനുണ്ടാക്കുന്നില്ല, പറ്റുന്നില്ല. വെള്ളത്തിലേക്ക് വണ്ടി പോകാൻ പറ്റുന്നില്ല. വണ്ടി പോയി കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ഒരുപാട് പ്രോബ്ലം വന്നിട്ടുണ്ട്. ഒരുപാട് വണ്ടികളൊക്കെ കേടായി കിടക്കുന്നുണ്ട്. എത്ര പെട്ടെന്ന് ഇപ്പോൾ ഒരാളെ ഈ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. സാധനം പോലും വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. ടൗണിൽ പോകാൻ വേണ്ടി ഒരുപാട് ഭാഗത്തു നിന്നാണെങ്കിലും കോഴിപ്പാട് ഭാഗത്തു നിന്നാണ് നടന്നിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടുള്ളത്. ഒരു രക്ഷയുമില്ലാത്ത നിലയിലാണ് ഇപ്പോൾ ഈ അണ്ടർപാസ് പോയിക്കൊണ്ടുള്ളത്. എത്ര നിവേദനം കൊടുത്തിട്ട് അതൊരു മെയിൻറ്റ് പോലും ചെയ്യാത്തൊരവസ്ഥയാണ്. MLA നിവേദനം കൊടുത്തിട്ടുണ്ട്, MP നിവേദനം കൊടുത്തിട്ടുണ്ട്. വന്നിട്ട് നോക്കിയിട്ട് പോകുന്നല്ലാണ്ട് ഒരു കാര്യമൊന്നും അറിയില്ല. റോഡ് വശങ്ങളിൽ നിന്ന് മാത്രമല്ല, മുകൾ ഭാഗത്ത് നിന്ന് മതിലിലൂടെ താഴേക്ക് പതിക്കുന്ന വെള്ളവും വെള്ളക്കെട്ടിന്റെ രൂക്ഷതയും വേഗതയും വർദ്ധിക്കാൻ കാരണമാകുന്നു. നിരവധി തവണ നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങി സ്വന്തം നിലയിൽ പരിഹാരമാർഗങ്ങൾ അവലംബിച്ചെങ്കിലും അതിനെല്ലാം അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ശാശ്വതമായൊരു പരിഹാര നടപടിയാണ് ഇവിടെ ആവശ്യം. ഇതിനുവേണ്ടി പള്ളിക്കമ്മിറ്റിയുടെ പേരിലടക്കം പലതവണ അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നെങ്കിലും ഒന്നും പരിഗണിക്കപ്പെട്ടില്ല. വെള്ളക്കെട്ട് കുറഞ്ഞു വരുന്നതും കാത്ത് ഇരുഭാഗങ്ങളിലും കാത്തു നിൽക്കുന്ന വാഹനങ്ങൾ പലപ്പോഴും ഗത്യന്തരമില്ലാതെ സാഹസികമായാണ് ഇതുവഴി മറുവശത്തെത്തുന്നത്. ദേശീയപാത നിർമ്മാണം മൂലമുള്ള പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പിന്നാലെയാണ് കൂനിൽമേൽ കുരുപോലെ കുമ്പളയിലെ കടലോരവാസികളെ റെയിൽവേ അധികാരികളുടെ അവഗണനയും വിടാതെ വേട്ടയാടുന്നത്. ഇവയിൽ നിന്നെല്ലാമുള്ള മോചനമാണ് ഇപ്പോൾ ഈ ജനതയുടെ ഏറ്റവും വലിയ സ്വപ്നം. ന്യൂസ് ബ്യൂറോ, കുമ്പള.